ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഞാൻ ഈ വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തതായിരുന്നു, പക്ഷേ അതിനകത്ത് വോയിസ് ഇല്ല എന്നുള്ള കാര്യം ഞാനത് പിന്നീടാണ് ശ്രദ്ധിച്ചത്. വോയിസ് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇതിനകത്ത് നമ്മളിപ്പം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ളൊരു എൻട്രിയാണ് പ്രോപ്പർ നമ്മൾ എടുത്തേക്കുന്നത്. ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SMC അതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. SMC കുറേ പ്രോപ്പറായിട്ടൊരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ക്രോസ് ചെയ്ത് ഡൗണിലേക്ക് വന്നിട്ട് നമ്മളൊരു പ്രൈസ് ആക്ഷൻ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൾക്ക് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ബൾക്ക് ഓഫ് ടെക്നിക്സോ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതുപോലെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത ആണ് ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഓൾറെഡി എനിക്കൊരു 90-100 പോയിൻറ്റ്സാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സെൻസെക്സൊക്കെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 80-90 പോയിൻറ്റ്സിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഇതിലിപ്പോൾ എൻട്രി എടുത്തേക്കുന്നത് 908 എൻട്രി എടുത്തത്. ഓൾമോസ്റ്റ് 50 ലോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 50 ലോട്ടാണ് എടുത്തേക്കുന്നത്. എനിക്ക് 990,000 ആ റേഞ്ചിലേക്ക് എക്സിറ്റ് ചെയ്യണം. പക്ഷേ അത് 990 എക്സിറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാനും ഉള്ളത് നിലവിൽ. അപ്പോൾ ഇത് ഓൾറെഡി റെക്കോർഡഡ് വോയിസാണ്. ഞാൻ ഓൾറെഡി കണ്ട വോയിസിനിപ്പം ഇതിന് തമ്മിൽ ഡിഫറൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഒരു പറഞ്ഞില്ലേ, ടെക്നിക്സ് എന്ന പ്രൈസ് ആക്ഷൻ പ്രോപ്പറി ഒരു SMC പ്ലസ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടൊരു ടെക്നിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് താഴത്തെ ഒരു 74,500 റേഞ്ചിലേക്ക് അതിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കുമ്പോഴേക്ക് ബുക്ക് ചെയ്യണം. നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ P&L നോക്കാൻ പാടില്ല. നമ്മൾ ചാർട്ടിൽ തന്നെ ഇൻഡെക്സ് നമ്മൾ ഏതാണോ എടുത്തേക്കുന്നത്, ഇൻഡെക്സ് ആണെങ്കിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ പോയിട്ട് അത് ഒബ്സർവ് ചെയ്യുക. നമ്മൾ അവിടെ ഒരു ടാർഗറ്റ് പോയിന്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ ടാർഗറ്റ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നേരെ പോയി എക്സിറ്റ് ചെയ്യുക. അവിടെ പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കരുത്. അങ്ങനെ നോക്കിയാൽ മാത്രം നമുക്ക് എപ്പോഴും വന്നത് ഇൻഡെക്സും പ്രീമിയം തമ്മിൽ ഓപ്ഷൻസ് നമ്മൾ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. രണ്ട് രീതിയിലല്ല എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈ ടെൻഷൻ ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇൻ കേസ് റിവേഴ്സ് വന്നോ ലോസ് വന്നോ റെഡ് വന്നോ എന്നൊക്കെ വിചാരിക്കും. ഓൾറെഡി പ്രീമിയം ഡേക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ഓൾറെഡി നമുക്ക് ഓപ്ഷൻസ് പ്രീമിയം ഡേക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റും. സൈഡ് വൈസ് മാർക്കറ്റിൽ മാത്രം നിങ്ങൾ ഒരിക്കലും ഹോൾഡ് ചെയ്യൽ. വേറെ നോർമലി ഇതൊക്കെ പ്രൈസ് ആക്ഷൻ മെഷീൻ മാർക്കറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് തീർച്ചയായും നിങ്ങൾ ചാർട്ട് മാത്രം നോക്കിയിട്ട് ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യാതെ ചെയ്താൽ. ഇത് ഓൾമോസ്റ്റ് ഞാൻ ഓൾറെഡി 87,000 രൂപ ബുക്ക് ചെയ്തിട്ട് ഞാൻ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്.